ഹലോ നമസ്കാരം. ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് എന്താണ് സ്റ്റാറ്റിക് ഫോൾഡർ എന്നും എന്തിനാണ് സ്റ്റാറ്റിക് ഫോൾഡർ ഉപയോഗിക്കുന്നതെന്നും എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് നമുക്ക് CSS ഫയൽ, അതേപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് ഫയൽ, വിവിധ തരത്തിലുള്ള ലൈബ്രറീസ്, ഫോണ്ട്, അതേപോലെ തന്നെ CSS, ഇമേജസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും. അതിപ്പോൾ നേരെ ഈ ടെംപ്ലേറ്റ്സ് എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അതിൻ്റെ ഒരു പ്രത്യേക ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലത്തെ ഡാറ്റ അതിൻ്റെ ഉള്ളിലാണ് ഈ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫയലുകളൊക്കെ ചേർത്ത് കൊടുത്ത് അതാണ് പിന്നീട് നമ്മൾ വെബ് ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത്. മെയിനായിട്ട് നമുക്ക് നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ ഒരു ജാവാ സ്ക്രിപ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാം ഒരു CSS എങ്ങനെ ആഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ടെംപ്ലേറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത ഈ ആപ്സിൻ്റെ ഉള്ളിലത്തെ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഈ ആപ്പിൻ്റെ പേര് ആപ്പ് എന്ന് തന്നെയാണ് കൊടുത്തത്. ഈ ആപ്പിൻ്റെ ഉള്ളിൽ ഈ ടെംപ്ലേറ്റ്സ് ഉള്ള ഭാഗങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത ഈ ആപ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ സ്റ്റാറ്റിക് എന്ന ഫോൾഡർ കൂടി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ന്യൂ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ വന്ന് സ്റ്റാറ്റിക് എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള CSSകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ സ്റ്റാറ്റിക് എന്നൊരു ഫോൾഡർ ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിലല്ല, ഒരു മിനിറ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ആപ്സിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ആപ്പിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഫോൾഡറിൻ്റെ പേര് ഞാനിവിടെ വന്ന് സ്റ്റാറ്റിക് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു CSS ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വന്ന് സ്റ്റാറ്റിക്, ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു CSS ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഫയലിൻ്റെ പേര് ഞാനിവിടെ വന്ന് style.css എന്ന് ചേർത്തു. സാധാരണ നമ്മൾ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്ന അതേ രൂപത്തിൽ തന്നെ CSS ഫയൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള CSS നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളറും അതേപോലെ H1 ഒരു കളറുമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ബാക്ക്ഗ്രൗണ്ടിന് കളർ കൊടുക്കാൻ ഞാനിവിടെ വന്ന് ബോഡി എന്ന് ചേർത്ത് കൊടുത്തു. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ CSS ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. സാധാരണ നമ്മൾ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സാധാ CSS തന്നെയാണ് നമ്മൾ ഇവിടെയും ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ എന്നിട്ടതിന് ശേഷം ഞാനിവിടെ വന്ന് റെഡ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളത് H1 എന്ത് കളറാണ് അല്ലെങ്കിൽ സ്റ്റൈലാണ് വേണ്ടത് അതും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ H1 ഫോണ്ട് കളറാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫോണ്ട് കളർ ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് കളർ എന്ന് ചേർത്തതിന് ശേഷം എന്താണോ നമുക്കതിന് കളർ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ CSSൻ്റെ ഉള്ളിൽ ചേർത്തത്. ബോഡി ബാക്ക്ഗ്രൗണ്ട് കളറും അതേപോലെ തന്നെ H1 ഫോണ്ടിൻ്റെ കളറും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഏത് പേജിലാണോ ഈ സ്റ്റാറ്റിക് ഫയൽ ലോഡ് ചെയ്യേണ്ടത് ആ പേജിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് ഇൻഡെക്സ് എന്നുള്ള ഫയലിൻ്റെ ഉള്ളിലാണ് ഈ പേജ് നമുക്ക് ലോഡ് ചെയ്ത് വരണം, അല്ലെങ്കിൽ ഈ ഫയൽ നമുക്ക് ലോഡ് ചെയ്ത് വരേണ്ടത്. അപ്പോൾ ഇവിടെ വന്ന് ഇൻഡെക്സ് ഫയൽ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും മുകളിൽ നമ്മൾ കൊടുത്തതിൻ്റെ ഏറ്റവും മുകളിൽ പോവുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതുപോലൊരു കേളി ബ്രേസസ് ഇടുക. അതിനുശേഷം നമുക്ക് % ഇടുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് ലോഡ് എന്നിട്ടതിന് ശേഷം നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ആ ഫയലിൻ്റെ പേര് അല്ലെങ്കിൽ ആ ഫോൾഡറിൻ്റെ പേര് നമ്മളിവിടെ ചേർത്തു, ലോഡ് സ്റ്റാറ്റിക് എന്ന് ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളൊരു വെബ് പേജിൻ്റെ ഉള്ളിലേക്ക് സാധാരണ CSS ഇൻക്ലൂഡ് ചെയ്യിക്കുമ്പോൾ നമ്മളിവിടെ വന്ന് ലിങ്ക് റിലേഷൻ സ്റ്റൈൽ ഷീറ്റ് ഈ രൂപത്തിലാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എഴുതി കൊടുക്കാം. അതിനുശേഷം ഈ HRF ഹൈപ്പർ ലിങ്ക് റെഫറൻസ് എന്നുള്ളതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഉള്ളത് മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ രൂപത്തിൽ ഒരു % ഇടുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് സ്റ്റാറ്റിക് എന്ന് ചേർത്ത് കൊടുക്കുക. ഒരു സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ഈ ഫയലിൻ്റെ പേരെന്താണോ അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. style.css എന്ന് ചേർത്തു. അതിനുശേഷം ലാസ്റ്റ് വന്ന് ആ % വെച്ച് ഇവിടെ വെച്ച് % ഇട്ടതിന് ശേഷം നമ്മളിതിവിടെ ഇതുപോലെ ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഈ പേജ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. സാധാരണ നമ്മൾ റൺ ചെയ്യിപ്പിക്കുന്ന രൂപത്തിൽ തന്നെ ഇവിടെ വന്ന് നമുക്ക് ഈ പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിക്കാം. പ്രൊജക്റ്റ് റണ്ണായി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
ഓക്കെ, അപ്പോൾ നമ്മളെ വെബ് പേജിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള മുഴുവൻ കാര്യങ്ങളൊക്കെ നമ്മളിവിടുന്ന് റെഡ് കളറിലേക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആ കൊടുത്ത ടെക്സ്റ്റിൻ്റെ കളർ ഇവിടെ യെല്ലോ കളറായിട്ടും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഈ രൂപത്തിൽ തന്നെയാണ് നമ്മളെ വെബ് പേജിലേക്ക് ആവശ്യമായിട്ടുള്ള ജാവാസ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ ഇമേജ്, അതേപോലെ തന്നെ ഫോണ്ട്, ഐക്കൺസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ലൈബ്രറീസൊക്കെ ഇതുപോലെ തന്നെയാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കതെല്ലാം തുടർന്ന് വരുന്നൊരു ക്ലാസ് സംസാരിക്കാം. ഇന്ന് ഞാനിവിടെ പറഞ്ഞത് ജസ്റ്റ് എങ്ങനെ നമ്മളെ വെബ് പേജിലേക്ക് ഒരു CSS ഫയൽ ആഡ് ചെയ്യുക, എന്താണ് സ്റ്റാറ്റിക് ഫോൾഡറിൻ്റെ അല്ലെങ്കിൽ ഫയലിൻ്റെ ഉപയോഗം, അതെങ്ങനെ നമ്മളെ ടെംപ്ലേറ്റ്സ് ഫയലിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കൂടുതലായിട്ട് ഈ ക്ലാസ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.